യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവും മാർത്തയും തമ്മിലുള്ള ഒരു സംഭാഷണ ശകലമാണ് ഇത്. മാർത്തയുടെ സഹോദരൻ ലാസർ മരിച്ചു. അവൾ ഹൃദയം തകർന്നിരിക്കുന്നതായ അവസ്ഥയിൽ കർത്താവ് തന്നെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കർത്താവാകുന്നു എന്നാണ്. അതായത് പുനരുത്ഥാനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നത് കർത്താവാകുന്നു. ഞാൻ യഥാർത്ഥ നിത്യജീവൻ്റെ ഉറവിടമാണ് എന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ആത്മീയ ജീവിതം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും അവൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മരിച്ചാലും യേശുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ ആത്മാക്കൾ ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കുന്നു. വിശ്വാസികൾക്ക് ശാരീരികമായ മരണം അവസാനമല്ല, ശവക്കുഴിക്കപ്പുറവും പ്രതീക്ഷയുണ്ട് എന്ന് ഇവിടെ കാണുന്നു. ഈ വാക്യം വിശ്വാസം, പ്രത്യാശ, നിത്യജീവൻ ഇവയെക്കുറിച്ചാകുന്നു. ഈ ലൗകിക ജീവിതം അവസാനിച്ചാലും ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമാണ് യേശുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു.